നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലവിളികൾ നിലയ്ക്കാതെ കരുവാരക്കുണ്ട് വട്ടമല. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇവിടെ നടന്നത് 25ഓളം അപകടങ്ങൾ. കഴിഞ്ഞ ദിവസം അങ്കണവാടി കുട്ടികൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വൻ ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രം. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ സേവ് CPIയുടെ ശക്തി പ്രകടനവും പൊതുയോഗവും. ഏലപ്പുള്ളിയിൽ ബ്രൂവറിക്കെതിരെ സേവ് CPI സമരം നടത്തുമെന്ന് നേതാക്കൾ. അടച്ചുറപ്പുള്ള വീടില്ലെന്ന കുമരംപുത്തൂർ മൈലാമ്പാടത്ത് ആയിഷയുടെ പരാതിക്ക് പരിഹാരമാകുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ആയിഷയ്ക്ക് വീട് നിർമ്മാണത്തിനുള്ള ആദ്യ ഗഡു നൽകുമെന്ന് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. മലബാർ സിറ്റി ന്യൂസ് ഇംപാക്ട്. ആരോഗ്യമുള്ള സമൂഹത്തിനായി പെരിന്തൽമണ്ണയിൽ ഇന്റർനാഷണൽ ഹാഫ് മാരത്തോൺ. സോൾസ് ഓഫ് പെരിന്തൽമണ്ണ സംഘടിപ്പിച്ച മാരത്തോണിൽ പങ്കെടുത്തത് നിരവധി ആളുകൾ. വിശദമായ വാർത്തകൾ നോക്കാം. നിലവിളികൾ നിലയ്ക്കാതെ കരുവാരക്കുണ്ട് വട്ടമല. കഴിഞ്ഞ 2 വർഷത്തിനിടെ 25ഓളം അപകടങ്ങളും 2 മരണങ്ങളുമാണ് ഇവിടെ സംഭവിച്ചത്. അപകടങ്ങൾ പതിവായിട്ടും സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രി അങ്കണവാടി കുട്ടികൾ സഞ്ചരിച്ച ബസ്സാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. കരുവാരക്കുണ്ടിൽ നിന്ന് എടത്തനാട്ടുകരയിലേക്ക് എത്താനുള്ള എളുപ്പപാതയാണിത്. മലമുകളിലൂടെയുള്ള യാത്ര ഹൃദ്യമായ അനുഭവം തന്നെ സമ്മാനിക്കും. ചിലപ്പോഴൊക്കെ വന്യമൃഗങ്ങളെയും കാണാം. എന്നാൽ ഇവിടെ വലിയ അപകടം തന്നെ പതിയിരിക്കുന്നുണ്ട്. ചെങ്കുത്തായ കയറ്റ ഇറക്കങ്ങളും വളവുകളും ഒപ്പം റോഡിന്റെ വീതിക്കുറവുമെല്ലാം അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നു. എടത്തനാട്ടുകരയിൽ നിന്ന് കരുവാരക്കുണ്ട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വട്ടമലയിലെ ഇറക്കം ഇറങ്ങുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. സ്ഥലപരിചയമില്ലാത്ത ഡ്രൈവർമാർ ഇറക്കവും വളവും മനസ്സിലാക്കാത്തതാണ് അപകടങ്ങളുടെ കാരണം. 2 വർഷം മുൻപ് ഒരു ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവറും മാസങ്ങൾക്ക് മുൻപ് ഓട്ടോറിക്ഷ ഇതേ സ്ഥലത്തേക്ക് മറിഞ്ഞ് യാത്രക്കാരനും മരണപ്പെട്ടിരുന്നു. കൂടാതെ പരിക്കേൽക്കുന്നതും അല്ലാത്തതുമായ നിരവധി അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ കുറയ്ക്കാൻ താഴ്ചയുള്ള ഭാഗത്തോട് ചേർന്ന് ഇരുമ്പ് ഭിത്തി നിർമ്മിക്കാൻ AP അനിൽകുമാർ MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല. ഞായറാഴ്ച ഗൂഗിൾ മാപ്പ് കാണിച്ച വഴിയിലൂടെ വന്ന അങ്കണവാടി കുട്ടികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. താഴ്ചയിലേക്ക് വീണെങ്കിലും ബസ് റബ്ബർ മരങ്ങളിൽ തങ്ങിനിന്ന് മറിയാതെ നിന്നത് വൻ ദുരന്തം തന്നെ ഒഴിവാക്കി. പാതിരാത്രിയിലും കുരുന്നുകളുടെ നിലവിളി ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനവും പ്രശംസനീയമാണ്. ഇരുമ്പ് ഭിത്തി നിർമ്മിക്കുന്നതിലൂടെ മാത്രം ഇവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കാനാകില്ല. വളവ് കുറച്ച് റോഡിന് വീതി കൂട്ടിയാൽ നിലവിലെ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമാകും. വീതി കൂട്ടുന്നതിന് ഭൂമി ലഭ്യമാക്കാൻ സ്ഥലം ഉടമകളോട് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഉടൻ അത് സാധ്യമാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കുഞ്ഞാണി പറഞ്ഞു. എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഇവിടെ കൈവരി വന്നാലും ജീവൻ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം പരിചയമില്ലാത്ത ഡ്രൈവർ വന്നാൽ ഈ വളവിൽ അത് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലേശം വീതി കിട്ടണം. അപ്പോൾ ആ വീതി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഭൂമി ഉടമ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ആളാണ് സാറിന് വിളിച്ചിരുന്നു. അപ്പോൾ സാർ എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ വൈകുന്നേരത്ത് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇവിടെ ഈ അടിയന്തരമായിട്ട് ഈ വളവ് കുറച്ച് വീതി കിട്ടി ആണ് നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അല്ല വെറും കൈവരി വെച്ചും കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരൂല. കാരണം കൈവരി ഇവിടെ വരുമ്പോഴും കൈവരി എന്താ അതിൻ്റെ ബലം എന്താണെന്നൊക്കെ നമുക്കൊക്കെ അറിയാം. അതൊക്കെ ഒരു പരസ്യം പോലെയുള്ള കൈവരിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈവരിയും 2 സൈഡിലും വേണം, റോഡ് അല്പം വീതിയും വേണം. ഭൂമി ഗവൺമെൻറ് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ആവശ്യം, ഈ നാട്ടുകാർ, ഈ കുട്ടികൾ, ഞങ്ങളൊക്കെ ഒരു ആവശ്യം എന്താണ്, ഞങ്ങളൊക്കെ നട്ടപ്പാരാക്ക്. ഇപ്പം ഇന്നലെയൊക്കെ ഈ പ്രദേശവാസികളാണ് ആദ്യം വിവരം അറിയുന്നത്. അവരാണ് ആദ്യം രക്ഷാപ്രവർത്തനം ഇറങ്ങിക്കണം. എന്നിട്ടാണ് ഞാൻ ഉൾപ്പെടെ വരുന്നത്. അങ്ങനെ ട്രോമാ കെയർ, പോലീസ്, ഈ നാട്ടിലെ, അതേപോലെ തന്നെ ഓലപ്പാറ ആ ഭാഗത്തിലെ കുട്ടികൾ, ആയിരക്കണക്കിന് വാഹനങ്ങളും അതിനോത്തിരി ആളുകളും ഇവിടെ സേവനത്തിനുണ്ട്. പക്ഷേ ആ ഒരു ബസ്സിൽ വന്ന കാര്യത്തിൽ ഫുള്ളായിട്ട് ചെറിയ കുട്ടികളായിരുന്നു. പടിമെന്ന് വീണമാർക്ക് അതിറ്റൊക്കെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് വലിയ സന്തോഷം ഉണ്ടായില്ല. ഒരു അപകടവും സംഭവിച്ചിട്ടില്ല, പടിമെന്ന് വീണ പോലെ. പക്ഷേ നമ്മൾ ഇനിയൊരു ടെസ്റ്റിന് സമയമല്ല. എന്തായാലും ഭൂമി ഉടമനോട് 2 ഭൂമി ഉടമകളോട് ചോദിച്ചിട്ടുണ്ട്, അവർ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് വീതി കൂട്ടുകയും 2 ഭാഗം കൈവരി ഉണ്ടാക്കണം എന്നാണ് ഈ പ്രദേശവാസികളെ ഒരാവശ്യം. ഇവിടുത്തെ ഒരു നിലവിളി ശബ്ദം അവസാനിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പെരിന്തൽമണ്ണ DYSP TK ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ സേവ് CPI ശക്തി പ്രകടനവും പൊതുയോഗവും നടത്തി. CPI നേതാവായിരുന്ന TK ഷെരീഫിന്റെ അനുസ്മരണത്തോടനുബന്ധിച്ചാണ് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. സേവ് CPI ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കുമരംപുത്തൂരിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം സേവ് CPIയുടെ ശക്തി പ്രകടനമായി.
ഈലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ പാർട്ടിക്കൊരു നിലപാടുണ്ടെന്നും ഭൂഗർഭജലം ഊറ്റി കൃഷിഭൂമി മരുഭൂമിയാക്കാൻ കഴിയുന്ന ബ്രൂവറിക്കെതിരെ സേവ് CPI സമരം നടത്തുമെന്നും അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത പാലോട് മണികണ്ഠൻ പറഞ്ഞു. കൊക്കക്കോളയ്ക്കും പെപ്സിക്കുമെതിരെ നിലപാട് എടുത്തതും ഇക്കാരണത്താലാണെന്നും മണികണ്ഠൻ പറഞ്ഞു. ബ്രൂവറിയിലെ നിലപാട് പരസ്യമായി ആദ്യം പ്രകടിപ്പിച്ച സംവിധാനം എന്ന് പറയുന്നത് സേവ് CPIയുടെ ജില്ലാ ഫോറം. ഞങ്ങൾ അവിടേക്ക് സമരം നടത്തും. എന്നാൽ ഈ രാജ്യം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി നേതൃത്വത്തിൽ വ്യക്തതയോടുകൂടി ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞോ? കൊക്കക്കോള പെപ്സി സമരത്തിൽ പങ്കെടുത്ത ആളുകൾ കൂടി ഇരിക്കുക. പ്ലാച്ചിമടയിലേക്ക് സമരം നടത്തി. പ്ലാച്ചിമടയിൽ വലിയ അക്ഷരത്തിൽ ഇങ്ങനെ കൊക്കക്കോള കമ്പനി എന്ന ബോർഡ് വെച്ചിരുന്നു. ആ ബോർഡ് ആദ്യമായിട്ട് ഒരു കല്ലുകൊണ്ട് തകർന്നത് അന്നൊരു യുവജന പ്രസ്ഥാനം നടത്തിയ സമരത്തിലാണ്. ആ സമരത്തിൽ പങ്കെടുത്തവരാ ഇവിടെ ഇരിക്കുന്ന രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ. സാംസ്കാരിക പ്രവർത്തകനും നാടകകൃത്തുമായ KPS പയ്യനടം ഷെരീഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്ത്യൻ സമൂഹത്തിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് മനുഷ്യനെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയും എന്നതാണ്. അതാകട്ടെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമവുമാണ്. ഇത് വളരെ അപകടകരമായ ഒന്നാണ്. കാരണം മറ്റേത് ഭിന്നിപ്പിക്കലിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. കുറച്ച് വേഗത്തിൽ ചിലപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷെ മതവിശ്വാസം എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിൽ ആയിരക്കണക്കിന് വർഷമായി വേരോടി കിടക്കുന്ന ഒന്നാണ്. സേവ് CPI മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി C. ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ കോടിയിൽ രാമകൃഷ്ണൻ, R. രാധാകൃഷ്ണൻ, TU ജോൺസൺ, PK കൃഷ്ണൻ, TA കൃഷ്ണൻ, സുബ്രഹ്മണ്യൻ, PK സുഭാഷ്, BA റഷീദ്, സുഭാഷ് കുഴൽമന്നം, സേവ് യൂത്ത് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി TP മുസ്തഫ, പ്രസിഡന്റ് ഫൈസൽ എന്നിവർ സംസാരിച്ചു. കുമരമ്പത്തൂർ മൈലാമ്പാടം പത്തുകുടിക്കുന്നിലെ പാർലി ആയിഷയ്ക്ക് വീട് നിർമ്മാണത്തിന് വഴി തെളിയുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ആദ്യ ഗഡു നൽകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഇവരുടെ ദുരിതം കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. വിധവയായ ആയിഷ 10 വർഷമായി വീടിനായി കാത്തിരിക്കുന്ന വാർത്ത ഞായറാഴ്ച മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, പഞ്ചായത്ത് അംഗം D. വിജയലക്ഷ്മി തുടങ്ങിയവർ ആയിഷയുടെ വീട്ടിലെത്തിയത്. ആദ്യ ഗഡുവായ 48,000 രൂപ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകുമെന്ന് അവർ ഉറപ്പു നൽകി. തകർന്നു വീഴാറായ വീടിന്റെ ഓടുകൾ ഇറക്കിവെച്ചു. നേരത്തെ ഓട് വീണ് ആയിഷയ്ക്ക് പരിക്കേറ്റിരുന്നു. 6 സെന്റ് ഭൂമിയാണ് ആയിഷയുടെ പേരിലുള്ളത്. PMAY ലിസ്റ്റിൽ ഉൾപ്പെട്ടതല്ലാതെ മറ്റ് നടപടികളൊന്നും ആയിരുന്നില്ല. വീടിനായി മിക്ക ദിവസങ്ങളിലും പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും കയറിയിറങ്ങുന്ന സ്ഥിതിയായിരുന്നു. വീട് ലഭിക്കാത്തത് മൂലമുള്ള പ്രയാസമാണ് താൻ മാധ്യമങ്ങളോട് പറഞ്ഞതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ എല്ലാം ശരിയാക്കാമെന്ന് ഉറപ്പ് നൽകിയതായും ആയിഷ പറഞ്ഞു. ഞാനെൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞതാണ്, കരിയും കൂടി ഇല്ലാന്നും പാർക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നും. അതിനിപ്പോൾ എല്ലാവരും വന്ന് ബ്ലോക്ക് പഞ്ചായത്തും എല്ലാ ആൾക്കാരും വന്നപ്പോൾ ഒക്കെ ശരിയാക്കി തന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും പറയാൻ കരുതിയിട്ടില്ല. ഒരിങ്ങോട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലഹരിമുക്ത നഗരം, ആരോഗ്യമുള്ള സമൂഹം എന്ന സന്ദേശം ഉയർത്തി സോൾസ് ഓഫ് പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ഹാഫ് മാരത്തോൺ സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ മാരത്തോണിൽ ഓടി. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും തുടങ്ങി സ്റ്റേഡിയത്തിൽ തന്നെ അവസാനിക്കുന്ന വിധത്തിലാണ് മാരത്തോൺ ക്രമീകരിച്ചത്. ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ മാരത്തോൺ സംഘടിപ്പിച്ച് സോൾസ് ഓഫ് പെരിന്തൽമണ്ണ വീണ്ടും ശ്രദ്ധേയരായി. പുലർച്ചെ 5 മണിക്ക് സൂംബ ഡാൻസോടെയായിരുന്നു തുടക്കം. 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, ഫാമിലി റൺ, വെറ്ററൻസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടന്നു. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയത്തിൽ തന്നെ അവസാനിക്കുന്ന വിധത്തിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചത്. നജീബ് കാന്തപുരം MLA, മുനിസിപ്പൽ ചെയർമാൻ P. ഷാജി, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ, മുൻ ജില്ലാ പോലീസ് മേധാവി U. അബ്ദുൽ കരീം, ADM NM മെഹ്റലി, കിംസ് അൽഷിഫ ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള ഖലീൽ, ഡോക്ടർ ഷംസുദ്ദീൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വത്സൻ, കുറ്റിരി മാനുപ്പ, കൗൺസിലർ ഹുസൈന നാസർ, വ്യാപാരി സമിതി പ്രതിനിധി PP അബ്ബാസ്, മൻസൂർ നെച്ചിയിൽ എന്നിവർ സംയുക്തമായി മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രൊഫഷണൽസ് ഉണ്ട്, പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് അടക്കം നിരവധി ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവനും അണിനിരക്കുന്ന ഈ പ്രോഗ്രാം വളരെ വ്യത്യസ്തമായിരിക്കുകയാണ്. എല്ലാവർക്കും 10 കിലോമീറ്റർ ഓപ്പൺ വിഭാഗത്തിൽ മനു 1ാം സ്ഥാനവും അജിത്ത് 2ാം സ്ഥാനവും അരുൺ 3ാം സ്ഥാനവും നേടി. 10 കിലോമീറ്റർ ഓപ്പൺ വനിതാ വിഭാഗത്തിൽ യഥാക്രമം അഞ്ജു കൃഷ്ണൻ, ആശ സോമൻ, നെസ്രിൻ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി.
45 വയസ്സിനു മുകളിൽ പുരുഷ വിഭാഗം മത്സരത്തിൽ സവാദ് ജേതാവായി. ഫൈസൽ 2ാം സ്ഥാനവും സുഭാഷ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ മരിയ തോമസ്, നദീറ എന്നിവരും വിജയികളായി. 60 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ മോഹൻദാസ്, അബ്ദുൾ മനാഫ് എന്നിവരാണ് ജേതാക്കളായത്. വനിതാ വിഭാഗത്തിൽ അരുണ വത്സരാജ് ചാമ്പ്യനായി. 21 കിലോമീറ്റർ ഓപ്പൺ വിഭാഗത്തിൽ കെ വിഷ്ണു 1ാം സ്ഥാനത്തെത്തി. പി അഖിലേഷ് 2ാം സ്ഥാനം നേടി. സജിത്താണ് 3ാം സ്ഥാനത്ത്. 21 കിലോമീറ്റർ ഓപ്പൺ വനിതാ വിഭാഗത്തിൽ ബി സുപ്രിയയാണ് വിജയിച്ചത്. എസ് പ്രിൻസി 2ാം സ്ഥാനവും ദിയ ഫാത്തിമ 3ാം സ്ഥാനവും നേടി. 21 കിലോമീറ്റർ വെറ്ററൻസ് വിഭാഗത്തിൽ രഞ്ജിത്ത് മാക്കുട്ടിയാണ് ജേതാവായത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പോ നമ്മളെപ്പോഴും ഏറ്റവും നല്ല പ്രിവെൻഷൻ, അതായത് ഹെൽത്ത് അസുഖത്തിൽ നിന്ന് ഏറ്റവും നല്ല പ്രിവെൻഷൻ ആണ് എന്ത്? എക്സസൈസ്. ഒരു സിംഗിൾ പില്ല് അല്ലെങ്കിൽ സിംഗിൾ ടാബ്ലറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് എല്ലാ അസുഖത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് എക്സസൈസ് ആണ്. എക്സസൈസ് ആണ് നമ്മുടെ ഒരു സിംഗിൾ. അത് നമ്മുടെ എല്ല് ബലക്ഷയത്തിന് പറ്റും, ഹാർട്ട് ഡിസീസിന് പറ്റും, നമ്മുടെ തടി കൂടുന്ന പ്രശ്നങ്ങൾക്ക് പറ്റും, ഡയബറ്റീസിന് പറ്റും. അപ്പൊ എല്ലാത്തിനും ഉള്ള ഒരു സംഭവമാണ് എപ്പോഴും എക്സസൈസ്. അപ്പൊ എക്സസൈസുമായിട്ടുള്ള താല്പര്യം സ്പോർട്സ് ഇഞ്ചുറി ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ കിംസ് അൽഷിഫ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഈവന്റിന് ഞങ്ങൾ മേജർ പാർട്ണർ ആയത്. താങ്ക് യു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് 2025-2026 വർഷത്തെ വികസന സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. 95-ല് ഭരണഘടനാ ഭേദഗതി വന്നു. ഭരണഘടനയുടെ 73-74 ഭേദഗതി വന്നു. അത് ഇന്ത്യയിലാകെ നിയമമായി. ഇന്ത്യയിലാകെ നിയമമായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷേ നിയമം മാത്രം ആയതുകൊണ്ട് നമുക്ക് നാട്ടിലെ കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ല. അപ്പൊ എന്ത് വേണം? നമുക്ക് അധികാരം വേണം. അധികാരത്തിന്റെ ഒപ്പം പണം വേണം, പൈസയും വേണം. പൈസ ഉണ്ടെങ്കിലേ വികസന പ്രവർത്തനം നടത്താൻ പറ്റും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷയായി. പദ്ധതി രേഖാ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗം പി മനോജിന് നൽകി നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ, മെമ്പർമാരായ ശശികല, രമണിക്കുട്ടി കെ ടി, ശാന്തകുമാരി എ ടി, സതീദേവി, നിഷ രാഗേഷ്, അരവിന്ദാക്ഷൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ജയദേവൻ, സെക്രട്ടറി പി ആഷിഫ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ 2,72,75,185 രൂപയ്ക്കുള്ള കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിൽ മുതിർന്ന ബസ് ജീവനക്കാരെ ആദരിക്കലും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും ബസ് ഉടമ സംയുക്ത സമിതിയുടെയും ബസ് തൊഴിലാളികളുടെയും സഹകരണത്തോടെ മുതിർന്ന ബസ് ജീവനക്കാരെ ആദരിക്കലും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടി ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. അതിനെ തിരിച്ച ആളുകളെ എടുത്തു പോകാനും സൗകര്യങ്ങൾ വേണം. അതേപോലെ തന്നെ നമ്മുടെ ബസ് ഓടുന്നത് ഡ്രൈവറെ, കണ്ടക്ടർ, അതിന്റെ ഉടമസ്ഥരുടെ അതിൻ്റെതായ ലക്ഷ്യങ്ങളില്ല. അവരെല്ലാവരുടെയും ജീവിത മാർഗത്തിലാണ് ഈ ബസ് നിർമ്മിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഒത്തൊരുമിച്ച് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ പോകേണ്ടത്. അങ്ങനെ തന്നെ പോകുന്നതിന്റെ ഭാഗമായിട്ട് നോക്കാതെ അവിടെ പോലീസൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. ഇവിടെ വരുന്ന ആളുകളെ നിയന്ത്രിക്കുന്നതിന്റെ അവർക്ക് പ്രയാസങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകുന്നതിന് ബസ് തന്നെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം എടുക്കുന്നതിനും ബസ് പോകുന്നതിനൊക്കെ അവരെ സഹായിക്കുന്ന തരത്തിൽ അങ്ങനെ. അതേപോലെ തന്നെ ഇവിടെയുള്ള കണ്ടക്ടർമാർ, ഡ്രൈവർ എല്ലാവരും നല്ല രൂപത്തിൽ സഹകരിച്ചു പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് വലിയ പ്രയാസങ്ങളില്ലാണ്ട് ഈ യാത്ര ഇവിടെ സുഗമമായിട്ട് പോകാൻ കഴിയുന്നത്. വാർഡ് കൗൺസിലർ ആദ്ര നാരായണൻ അധ്യക്ഷയായി. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഏതെങ്കിലും ഒരു ജീവനക്കാരന് അടികിട്ടിയ പ്രശ്നം അത് അവരിൽ അവസാനിച്ച് മാറിപ്പോകേണ്ടതാണ്. അതല്ലാതെ അത് മറ്റു ജീവനക്കാരിലേക്ക് പടർന്ന് അത് സമൂഹത്തിന് പ്രശ്നമായി കുറെ ആളുകൾ വഴിയിൽ ഇറക്കപ്പെട്ടു പോകുന്ന അത്തരം സമര രീതികളൊക്കെ അപരിഷ്കൃതമാണ്. ഇന്ന് അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു കണ്ടക്ടറുടെ ഈഗോ, ഒരു ഡ്രൈവറുടെ ഈഗോ, ഒരു വ്യക്തിയുടെ ഈഗോ, അത് മൊത്തം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ വേണ്ടി പാടില്ല. ഒറ്റപ്പാലം ജോയിന്റ് RTO പി എ അജിത് കുമാർ വിശിഷ്ടാതിഥിയായി. തുടർന്ന് മുതിർന്ന ബസ് ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു. ഒറ്റപ്പാലം സബ് ഇൻസ്പെക്ടർ എം സുനിൽ, ട്രാഫിക് സബ് ഇൻസ്പെക്ടർ
അബ്ദുൾ റഹ്മാൻ, ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടറി KS സുനിൽ റഹ്മാൻ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി കൃഷ്ണകുമാർ, ആൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് പ്രസിഡന്റ് VM ശ്രീനിവാസൻ, CITU സെക്രട്ടറി അസീസ്, സബ് ഇൻസ്പെക്ടർ വിനോദ് B നായർ തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം പാലപ്പുറത്തെ തോൽപ്പാവക്കൂത്ത് ആചാര്യന്മാരെ നാട് അനുസ്മരിച്ചു. പാവക്കൂത്ത് രംഗത്തെ പ്രമുഖരായിരുന്ന അണ്ണാമല പുലവർ, ചീരാത്ത നാരായണൻ നായർ, തങ്കമണി പുലവർ എന്ന അങ്കപ്പ പുലവർ എന്നിവരെയാണ് പാലപ്പുറം സ്കൂൾ ഓഫ് തോൽപ്പാവക്കൂത്ത് അനുസ്മരിച്ചത്. തോൽപ്പാവക്കൂത്ത് രംഗത്തെ മുതിർന്ന കലാകാരന്മാരായ പുതുശ്ശേരി കൃഷ്ണപുലവർ, പാലപ്പുറം ബാലകൃഷ്ണ പുലവർ, കൂനത്തറ KL രാമചന്ദ്ര പുലവർ എന്നിവരെ യോഗം ആദരിച്ചു. പരിപാടി ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് തമിഴ് വിഭാഗത്തിലെ പ്രൊഫസർ P മുരുകൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് RP ശ്രീനിവാസൻ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർമാരായ S ഗംഗാധരൻ, R മണികണ്ഠൻ, ചിനക്കത്തൂർ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് പുത്തൻവീട്ടിൽ ശശിധരൻ, അഡ്വക്കേറ്റ് T കാളിദാസ്, A സദാനന്ദ പുലവർ, A ഭക്തവത്സരൻ, N അങ്കപ്പൻ, നന്ദകുമാർ ഉണ്ണി, AP ഉമ്മർ, ലക്ഷ്മണ പുലവർ, ബാബു സുബ്രഹ്മണ്യൻ, MB മുകുന്ദൻ, E സനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. തോൽപ്പാവകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. മുളയൻകാവ് സുബ്രഹ്മണ്യൻ കോവിലിലെ പുനഃപ്രതിഷ്ഠ, കുംഭാഭിഷേകവും തേർപൂജയും ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ നടക്കും. കുഴൽമന്നം അഗ്രഹാരം പ്രസാദ് വാദ്യാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുകയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 5 വൈകുന്നേരം 4 മണി മുതൽ വിവിധ പൂജകളോടെ ചടങ്ങുകൾ തുടങ്ങും. 7 സാംസ്കാരിക സമ്മേളനം, തുടർന്ന് നൃത്തനൃത്യങ്ങൾ. ഫെബ്രുവരി 6 രാവിലെ 5 മണി മുതൽ വിവിധ പൂജകൾ. രാത്രി 8:15 മ്യൂസിക് ഫ്യൂഷൻ, തുടർന്ന് നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി എന്നിവ നടക്കും. ഫെബ്രുവരി 7 രാവിലെ 9:15 മഹാകുംഭാഭിഷേകം, മഹാദീപാരാധന, കാവടി ഊരുചുറ്റൽ, പ്രസാദ വിതരണം എന്നിവ നടക്കും. വൈകിട്ട് 6:15 നാദസ്വര കച്ചേരി. രാത്രി 8 മണി മുതൽ നൃത്തനൃത്യങ്ങൾ, തുടർന്ന് നാടകം, തായമ്പക, പളനിയിലേക്കുള്ള പുറപ്പാട് എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പുനഃപ്രതിഷ്ഠ നവീകരണ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീമുരുകൻ പുരസ്കാരം ഫെബ്രുവരി 7 വൈകിട്ട് 7:30 തേർപൂജ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 5, 6, 7 ഫെബ്രുവരി 5, 6, 7 തീയതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 5-ാം തീയതി മുളയങ്കാവ് മേൽശാന്തി ജാലമന ഗിരീഷ് എംബ്രാന്തി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് സാംസ്കാരിക സമ്മേളനത്തോടു കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത്. അതിനുശേഷം നൃത്തനൃത്യങ്ങൾ, കലാപരിപാടികൾ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 6-ാം തീയതിയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും ചടങ്ങിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ് അന്നും ഇതുപോലെ തന്നെ നൃത്തനൃത്യങ്ങളും മറ്റ് കലാപരിപാടികളും നാടൻ പാട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും. 3-ാം ദിവസം 7-ാം തീയതി പുനഃപ്രതിഷ്ഠ കഴിഞ്ഞുള്ള ദിവസം മഹാഗണപതി ഹോമത്തോടു കൂടി തുടങ്ങി കുംഭാഭിഷേകം കഴിഞ്ഞ് വൈകുന്നേരം നൃത്തനൃത്യങ്ങളും, തുടർന്ന് പഞ്ചമി പെറ്റ പന്തിരുകുലം നാടകം. ഈ നാടകം കഴിഞ്ഞാൽ രാവിലെ കാലത്ത് എഴുന്നള്ളിപ്പോടുകൂടി പഴനിയിലേക്കുള്ള പുറപ്പാട് നടക്കും. ഇത് കലാരംഗത്തെ, വാദ്യകലാരംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരനെ ഈ സുബ്രഹ്മണ്യൻ കോവിലിന്റെ പേരിൽ ഒരു വാദ്യ ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോവിലുമായി ഹൃദയബന്ധം പുലർത്തുന്ന, അതിനേക്കാളുപരി വാദ്യകലാരംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മദ്ദള വാദ്യചക്രവർത്തി ചെർപ്പുളശ്ശേരി ശിവന് ശ്രീ മുളയങ്കാവ് സുബ്രഹ്മണ്യ കോവിലിന്റെ പേരിൽ ശ്രീ മുരുകൻ പുരസ്കാരം നൽകി ആദരിക്കാൻ തീരുമാനിച്ചു. 2551 രൂപയും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും അടങ്ങുന്ന ഈ പുരസ്കാരം 2025 ഫെബ്രുവരി മാസം 7 കോവിലിൽ നടക്കുന്ന തേർപൂജ മഹോത്സവത്തിന്റെ ഭാഗമായി വൈകുന്നേരം 7:30 പ്രത്യേകം തയ്യാറാക്കിയ ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുനഃപ്രതിഷ്ഠാ സമിതി ഭാരവാഹികളായ C രാജൻ, K ബാലഗംഗാധരൻ, K ഹരിദാസൻ, E നാരായണൻകുട്ടി, C മധു, K വേണുഗോപാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
മുണ്ടക്കോട്ടുകുറിശി കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉച്ചാറൽ വേല ആഘോഷങ്ങളുടെ ഭാഗമായി പുരസ്കാര സമർപ്പണ സദസ്സ് സംഘടിപ്പിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയാണ് ക്ഷേത്രം ഭരണസമിതി പുരസ്കാരം നൽകി ആദരിച്ചത്. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാലക്കപ്പറമ്പിൽ ഭാസ്കരൻ പൂജാരി, മുതിർന്ന ചെണ്ട കലാകാരൻ ശ്രീധരൻ നായർ, തിറകളി ആചാര്യന്മാരായ വി പി ബാലകൃഷ്ണൻ, വി പി ശശിധരൻ, വി പി കുട്ടൻ എന്നിവരാണ് ആദരം ഏറ്റുവാങ്ങിയത്. CA പരീക്ഷ എഴുപത്തഞ്ച് വർഷത്തിന് മുമ്പിൽ എനിക്ക് കേവലം 10 വയസ്സാവുള്ളൂ. ആ സമയത്ത് വള്ളുവനാടിന്റെ ഇതുപോലെ തന്നെ ക്രീം എന്ന് വിശേഷിപ്പിക്കാവുന്ന പുലാപ്പറ്റ എന്ന ഗ്രാമത്തിൽ, അവിടെയാണ് എൻ്റെ കുട്ടിക്കാരുണ്ടായത്. എൻ്റെ അച്ഛൻ അവിടെ ഇരുന്നു. അച്ഛനെ അവിടേക്ക് അടുത്ത് പൊലാപ്പറ്റൊരു സ്ഥലത്ത് ഉമ്മനേഴി LP സ്കൂൾ, അവിടെ ആനിവേഴ്സറിക്ക് അച്ഛനെ ഉദ്ഘാടനത്തിന് വിളിച്ചു. 10 വയസ്സായിട്ടുള്ള എന്നെയും കൂടെ കൊണ്ടുപോയി. ആ ഒരു ഓർമ്മ നല്ലപോലെ ഉണ്ട്. ഏതാണ്ട് ഈ അന്തരീക്ഷം കാണുമ്പോൾ ആ വള്ളുവനാടൻ ഗ്രാമത്തിൻ്റെ അതേ ഓർമ്മകളാണ് എനിക്ക് വരുന്നത്. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് PT രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. N മോഹൻദാസ്, ചന്ദ്രസേനൻ നായർ, C പത്മനാഭൻ, മടത്തിൽ കുട്ടൻ നായർ, CP രാമചന്ദ്രൻ, PT മുരളീധരൻ, പ്രഭാത്, മനേഷ്, KV രാജൻ, രാജൻ കോട്ടയിൽ, സുന്ദരൻ എന്നിവർ സംസാരിച്ചു. ഉച്ചാറൽ വേലയുടെ ഭാഗമായി ദിവസവും രാത്രി 7-ന് ചുറ്റുവിളക്ക്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 11-നാണ് ഉച്ചാറൽ വേലയാഘോഷം. അന്ന് വൈകിട്ട് ക്ഷേത്രത്തിൽ വേലവരവ്, പാണ്ടിമേളം, തായമ്പക എന്നിവ ഉണ്ടാകും. പെരിന്തൽമണ്ണ സെന്റ് അൽഫോൻസ വെറോന പള്ളിയിലെ തിരുനാൾ മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സമാപന ദിവസം വൈകിട്ട് നഗരത്തിൽ നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പെരിന്തൽമണ്ണ സെന്റ് അൽഫോൻസ ഫെറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ മഹോത്സവം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ ആന്റണി കാരിക്കുന്നേലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഞായറാഴ്ച വൈകിട്ട് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസിസ് പണ്ടരത്തിക്കുടിയിൽ നേതൃത്വം നൽകി. തുടർന്ന് നഗരത്തിൽ നടന്ന പ്രദക്ഷിണം വർണ്ണാഭമായി. വിശുദ്ധരുടെ തിരുരൂപങ്ങൾ വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. രാത്രി നേർച്ച ഭക്ഷണത്തോടെയാണ് തിരുനാൾ മഹോത്സവം സമാപിച്ചത്. ചില പുനഃസൃഷ്ടികൾ അതിൻ്റെ ഉടമയുടെ ഉള്ളം പൊള്ളിക്കുന്നതോ സന്തോഷം നിറയ്ക്കുന്നതോ ആയിരിക്കും. ഒരിക്കലെങ്കിലും ആ മനോഹര കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞെങ്കിലെന്ന ആ മോഹത്തിന് ചൂട്ട് തെളിക്കുന്നതുമാകാം. അങ്ങനെയൊന്നിനാണ് കുണ്ടൂർക്കുന്ന് VPAUP സ്കൂളിലെ ഭക്ഷ്യമേള നഗരി കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ഓർമ്മകൾ തിളച്ചുമറിഞ്ഞ സങ്കടത്തിൻ്റെ കടുപ്പമുള്ള ആ കഥയാണ് ഇനി. സ്കൂൾ മുറ്റത്തിൻ്റെ ഒരു കോണിൽ ഓലമേഞ്ഞൊരുക്കിയ ഈ കുഞ്ഞു കടയ്ക്ക്
അന്നൊരു കാലം സ്കൂളിലേക്ക് എത്തിയവരുടെ വിശപ്പും ദാഹവും അകറ്റിയ രുചിയുടെ പെരുങ്കഥ കൂടി പറയാനുണ്ട്. 1/4 നൂറ്റാണ്ട് മുമ്പ് സ്കൂൾ പരിസരത്തു നിന്നും ഒരു സമരത്തിൻ്റെ ബാക്കി പത്രമായി അടച്ചു പൂട്ടേണ്ടി വന്നതാണ് നാട്ടുകാരനായ മങ്കടയൻ ഹംസ അന്ന് നടത്തിയ തട്ടുകട. 1995 കാലം. അന്ന് അധ്യാപക സമരം 1 മാസത്തോളം നീണ്ടുനിന്നു. കുടുംബം പോറ്റാനായി ഹംസ നടത്തിയ ഈ കൊച്ചുകടയ്ക്ക് സമര സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനായില്ല. കട എന്നേക്കുമായി അടച്ച് ഹംസ വീട്ടിലേക്ക് മടങ്ങി. 1985 കൊട്ടിരക്കുന്ന് കച്ചവടം തുടങ്ങിയത്. 10 കൊല്ലം മുന്നേ 10 കൊല്ലം ചെയ്തു. പിന്നെ അത് നിർത്തിയ ഒരു ഇതിൽ അന്നൊന്നും ചായക്ക് ഇത്ര ഇതില്ല, 1 ഉറുപ്പ്യൊക്കെ ഉള്ളു ചായക്ക്. ഇപ്പം സ്കൂളിലാണ്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അതാണ്. അന്ന് കടയിൽ നിന്നിറങ്ങിയ ഹംസ പിന്നീട് കുണ്ടൂർക്കുന്ന് VPIP സ്കൂളിൻ്റെ പാചകപ്പുരയിലേക്ക് ജോലിക്കാരനായെത്തി. ആ പഴയ സങ്കടമൊന്നും ഇപ്പോഴില്ല. എന്നാൽ ഭക്ഷ്യമേള നഗരിയിലെ ഹംസക്കാൻ്റെ ചായക്കട എന്നെഴുതിയ കട കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ 1995 കാലത്തിൻ്റെ നോവുകൾ നെടുവീർപ്പായി ഉയർന്നിരുന്നു. ഒരു മന്ദസ്മിതത്തോടെ കൈകൾ അരയിൽ കുത്തി അയാൾ ആ കടയിലേക്ക് ഏറെ നേരം വികാരാധീനനായി നോക്കി നിന്നു. അന്നത്തെ കടയുടെ അതേ മാതൃക: സമാവർ, മിഠായി ഭരണികൾ, കയറിൽ തൂക്കിയിട്ട പ്രസിദ്ധീകരണങ്ങൾ, കടയുടെ ഓലഭിത്തിയിൽ ഒട്ടിച്ച സിനിമാ പോസ്റ്ററുകൾ, വിലവിവര പട്ടിക. ഇതെല്ലാം കണ്ടവരുടെ ഓർമ്മകൾ കുണ്ടൂർക്കുന്നിറങ്ങി 25 വർഷം പിറകോട്ട് സഞ്ചരിച്ചു. അന്നത്തെ വിദ്യാർത്ഥികളായിരുന്ന ഇന്നത്തെ അധ്യാപകരാണ് ഹംസക്കാൻ്റെ ചായക്കടയെ ഭക്ഷ്യമേള നഗരിയിൽ പുനഃസൃഷ്ടിച്ചത്. മേളയെ എങ്ങനെ വേറിട്ടതാക്കാമെന്ന ചിന്തയാണ് അടഞ്ഞുപോയൊരു കടയെ ഓർമ്മകളിലേക്ക് വീണ്ടും തുറപ്പിച്ചതും. ഹംസാക്കയ്ക്ക് വളരെയധികം സന്തോഷമായി. പഴയ കാലങ്ങളിലേക്ക് മൂപ്പര് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇച്ചും ഇതുപോലൊരു കട പണ്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. മൂപ്പർക്ക് ആ പഴയകാല ഓർമ്മകളും പിന്നെ സമാവറ്, ചായ അടിക്കുന്ന രീതികൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ പിന്നെ വാചാലനാവുകയാണ് മൂപ്പര് ചെയ്തത്. ചെർപ്പശ്ശേരി നഗരസഭ അംഗൻവാടി കുട്ടികൾക്കായി സംഘടിപ്പിച്ച കലാസംഗമം വർണ്ണാഭമായി. മഞ്ചാടി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികളുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെർപ്പശ്ശേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് അംഗൻവാടി കുട്ടികൾക്കുള്ള കലാസംഗമം. നഗരസഭാ പരിധിയിലെ 35 അംഗനവാടികളിൽ നിന്നായി 400ഓളം കുട്ടികളാണ് കലാസംഗമത്തിൽ മാറ്റുരച്ചത്. തിങ്കളാഴ്ച രാവിലെ മുതൽ EMS കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സി കമലം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KT പ്രമീള, VT സാദിഖ് ഹുസൈൻ, VP ഷമീജ്, K മിനി, കൗൺസിലർമാരായ മണികണ്ഠൻ, നൌഷാദ്, ICDS സൂപ്പർവൈസർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി.
പ്രസിദ്ധമായ പുത്തനങ്ങാടി ശുഹദ നേർച്ച ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെ സമാപിച്ചു. പുത്തനങ്ങാടി ശുഹദ ആണ്ടുനേർച്ചയുടെയും ശുഹദ ഇസ്ലാമിക് കോളേജിന്റെ 15ാം വാർഷികത്തിന്റെയും ഭാഗമായി 7 ദിവസം നീണ്ടുനിന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ശുഹദാക്കളുടെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും നേർച്ച സംഘടിപ്പിച്ചു വരുന്നത്. സമാപന ദിവസം രാവിലെ മൗലിദ് പാരായണത്തിന് ശേഷം അന്നദാനത്തോടെ നേർച്ച സമാപിച്ചു. ജാതിമതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ അന്നദാനത്തിൽ പങ്കെടുത്തു. 7 ദിനങ്ങളിലായി നടന്നുവരുന്ന പുത്തനങ്ങാടി ശുഹദ ആണ്ട് നേർച്ച 10,000-ങ്ങൾക്കുള്ള അന്നദാനത്തോടുകൂടെ പരിസമാപ്തി കുറിക്കുകയാണ്. കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് തബറുക്കിന്റെ ഭക്ഷണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് വരിയായി നിന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ തരം രോഗങ്ങൾക്കുള്ള പരിഹാര മാർഗമായി ഈ ഭക്ഷണത്തെ പലരും കാണുന്നു എന്നതോടൊപ്പം ഒരാത്മീയ അനുഭൂതി കൂടി നേടുന്നതിന് വേണ്ടി ശുഹദാക്കളുടെ തബറുക്കിന്റെ ഭക്ഷണത്തിന് വേണ്ടി വിശ്വാസികൾ വർഷാവർഷം ഇവിടേക്ക് കടന്നു വരാറുണ്ട്. 7 ദിനങ്ങളിലായി നീണ്ടുനിന്ന ശുഹദ അനുസ്മരണ മഹാസമ്മേളനം ജനപങ്കാളിത്തം കൊണ്ട് മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ വിപുലമായിരുന്നു. കാരണം ശുഹദ ഇസ്ലാമിക് കോളേജിന്റെ 15ാം വാർഷിക സന്നദ്ധാന മഹാസമ്മേളനം കൂടിയായപ്പോൾ ജനങ്ങൾ ശുഹദയെ ഏറ്റെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വിജ്ഞാനവും കൗതുകവും പകർന്ന് സിറ്റാറ്റോ 3.0 എജു എക്സ്പോ. പെരിന്തൽമണ്ണ കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിലാണ് സിറ്റാറ്റോ 3.0 എന്ന പേരിൽ എജു എക്സ്പോ സംഘടിപ്പിച്ചത്. പത്മശ്രീ അലി മാണിക് ഫാൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. മേപ്പിൾ ലീഫ് പ്രീ KG ബിരുദദാനവും നടന്നു. കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിൽ നടന്ന എജു എക്സ്പോ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനവും കൗതുകവും പകർന്നു. വിദ്യാർത്ഥികൾ നിർമ്മിച്ച റിമോട്ട് കൺട്രോൾ വെഹിക്കിൾ ഓടിച്ച് പത്മശ്രീ അലി മാണിക് ഫാൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. But the thing is, we don't work at it. Everybody will be having some dream. And the thing is, our dream, we have to put it into praxis. Then only we shine in our life. Most of the people just go away like a flower which may come in the desert, it will disappear without anybody being noticed. So it should not be our life like that. We must bring out what is in us and we must work for that. Then only we can do something. പരന്ന വായനയിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും വളരാൻ അലി മാണിക് ഫാൻ കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരൻ വിനയ്ലാൽ ശങ്കേഴ്സ് അവാർഡിന് അർഹമായ അമ്മ ചിത്രം സ്കൂളിലെ ആർട്ട് ഗാലറിയിലേക്ക് സമ്മാനിച്ചു. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് പത്മശ്രീ അലി മാണിക് ഫാൻ വിശദമായ മറുപടി നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ റാഫത്ത് മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ഫൈസൽ അലി, PTA പ്രസിഡന്റ് ഡോക്ടർ സദഫ് ജഫ്രി, ഡോക്ടർ നിഷാദ്, അഡ്വക്കേറ്റ് T ശങ്കരൻ എന്നിവർ സംസാരിച്ചു. ശാസ്ത്രം, ഗണിതം, ഭാഷാശാസ്ത്രം, ഇസ്ലാമിക പഠനം, IT, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ വിവിധ മേഖലകളിലെ പ്രദർശന സ്റ്റാളുകൾ എക്സ്പോയിൽ ഒരുക്കിയിരുന്നു. എജു എക്സ്പോയിലെ കാഴ്ചകൾ കാണാൻ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പ്രദർശന നഗരിയിലെത്തി. വൈകുന്നേരം
മേപ്പിൾ ലീഫ് പ്രീ KG വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ പ്രിൻസിപ്പളും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ കമാലുദ്ദീൻ KT മുഖ്യ അതിഥിയായിരുന്നു. ആദി വളരുന്നു. ആ ആദി വളരാൻ ഒരു കാരണമുണ്ട്. മക്കൾ വളർന്നു വരുമ്പോൾ ആ വളർന്നു വരുന്ന മക്കൾ നമ്മൾ പറയാറുള്ളത് BBC എന്നാണ്, ബ്രോയിലർ ബ്രെയിൻ ചിൽഡ്രൻ. ഇപ്പോഴുള്ള എല്ലാ മക്കളും അങ്ങനെയാ, ബ്രോയിലർ ബ്രെയിൻ ചിൽഡ്രൻ. അത് വല്ലാത്തൊരു കമ്പാരിസൺ ആണ്. ആരാണ് ഇപ്പോൾ വളർന്നു വരുന്ന മക്കൾ എന്ന് നിങ്ങൾ അറിയണം. കോഴിക്കോട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോഴിക്കോട്ടിനകത്ത് കുറച്ച് സ്പേസ് ആണുള്ളത്. ആ സ്പേസിനകത്ത് അത് ജീവിക്കും. അതിൻ്റെ ആ കോഴിക്കോടിൻ്റെ വാതിൽ തുറന്നാലും കോഴി പുറത്തേക്ക് പോകില്ല. നമ്മുടെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്കും ഞാനും എൻ്റെ മുറിയും എൻ്റെ വാട്സപ്പും എൻ്റെ ഇൻസ്റ്റാഗ്രാമും അതാണ് അവരുടെ ലോകം. അതിനപ്പുറത്തേക്ക് അവർ പോവില്ല. വ്യക്തിത്വ വികസനത്തിൽ ധാർമ്മിക വിജ്ഞാന സമ്പാദനത്തിന്റെ പ്രാധാന്യത്തെ ബന്ധപ്പെടുത്തി വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ഡോക്ടർ കമാലുദ്ദീൻ സംസാരിച്ചു. ഹിൽടോപ്പ് പബ്ലിക് സ്കൂളിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സ്കൂൾ ചെയർമാൻ ഫൈസൽ മുഹമ്മദ് വിവരിച്ചു. നമ്മുടെ അക്കാഡമിക്സിനോടൊപ്പം തന്നെ നമ്മുടെ മോറൽ വാല്യൂസ്, നമ്മുടെ ഡിസിപ്ലിൻ, അങ്ങനെ കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ച ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരല്പം വഴിമാറി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിൽടോപ്പിൻ്റെ ഓരോ പരിപാടികളും പല അർത്ഥത്തിലും വ്യതിരിക്തമാകുന്നത്. നാളിതുവരെയായി നമ്മൾ നടന്ന ആനുവൽ ഡേ സെലിബ്രേഷൻ, കഴിഞ്ഞ തൊട്ട് വർഷം മുമ്പ് തന്നെ നടന്ന ആനുവൽ ഡേ സെലിബ്രേഷൻ, അതേപോലെ തന്നെ ഇന്ന് നടന്ന സിറ്റാറ്റോ സയൻസ് ലെജു എക്സ്പോ, അതേപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ നടത്തിയ സാഹിത്യോത്സവങ്ങൾ, അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ കാർണിവലുകൾ, ഇങ്ങനെ ഓരോ പരിപാടികളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. നമ്മൾ നടത്തുന്ന ഓരോ പരിപാടികളും വൈവിധ്യങ്ങൾ പുലർത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കൃത്യമായ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം മാത്രമേ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മത്സര പരീക്ഷകളിലെ സംസ്ഥാന ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. രക്ഷിതാക്കൾക്കായി വെജിറ്റബിൾ കാർവിംഗ്, സ്പോർട്സ്, ഗെയിംസ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സമാപന ചടങ്ങിൽ വിതരണം ചെയ്തു. സ്കൂൾ അക്കാദമിക് കൗൺസിൽ ചെയർമാൻ അബ്ദുൽ ഖാദർ, ചീഫ് പട്രോൺ വി ഉസ്മാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സെൽമ കുന്നക്കാവ്, സമദ് കുന്നക്കാവ്, സാജിദ് പറപ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ ഷർഫുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷെൽന, KG കോർഡിനേറ്റർ ലീന ഹാൻസ്, അഡ്മിനിസ്ട്രേറ്റർ അദ്ഹർ, അക്കാഡമിക് കോർഡിനേറ്റർ അനിത, സൂര്യമോൾ, അഞ്ജു, ഇബിഷാർ ഷർക്കി, ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. SFI അമ്പലപ്പാറ ലോക്കൽ സമ്മേളനം കടമ്പൂരിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്സൽ വാഴൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ യൂണിറ്റ് കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 110 വിദ്യാർത്ഥിനികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക്കൽ പ്രസിഡന്റ് P. രജീഷ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സച്ചിൻ S. കുമാർ, CR രജീഷ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശ്യാംദാസ്, ലോക്കൽ സെക്രട്ടറി MV അഭിനവ്, P. നയന എന്നിവർ പങ്കെടുത്തു. ചർച്ചയ്ക്കും മറുപടിക്കും ശേഷം സമ്മേളനം 17-അംഗ പുതിയ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പുതിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി P. നയനയെയും പ്രസിഡന്റായി P. രജീഷിനെയും തെരഞ്ഞെടുത്തു. ചെർപ്പശ്ശേരി കാർൽമണ്ണ ഗ്രാമിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നവീകരിച്ച ഇൻഡോർ സ്റ്റേഡിയവും ബാഡ്മിന്റൺ കോർട്ടും നാടിന് സമർപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നവീകരിച്ച ഇൻഡോർ സ്റ്റേഡിയവും 2 ബാഡ്മിന്റൺ വുഡൻ കോർട്ടിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ K. പ്രേംകുമാർ MLA മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ, കൗൺസിലർ KM ഇസാക്ക്, കേരള ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് EP. ചിത്രേഷ് നായർ, ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് TT. എബ്രഹാം, സീനിയർ വൈസ് പ്രസിഡന്റ് N. ശൈല രാജ്, വിനോദ് മണ്ണത്ത്, ബിജോയ് ജോൺ, K. ജയറാം, K. വൈശാഖ് എന്നിവർ സംസാരിച്ചു.
മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നാട്ടുചന്തയുടെ വാർഷികവും സമ്മാന കൂപ്പൺ വിതരണവും നടത്തി ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുചന്തയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 28 വരെ നിശ്ചിത തുകയ്ക്ക് മുകളിൽ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് സമ്മാന കൂപ്പണുകൾ നൽകും. 1.25 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ 3 ദിവസത്തേക്ക് പ്രത്യേക ഡിസ്കൗണ്ട് നൽകുമെന്ന് പ്രസിഡന്റ് PN മോഹനൻ പറഞ്ഞു. വലിയ സമ്മാന മഴ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1.25 ലക്ഷം ഉരുപ്പകയുടെ 1,20,000 ഉരുപ്പകയുടെ സമ്മാനങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒന്നാം സമ്മാനം ഒരു എയർ കണ്ടീഷണറാണ്. അതുപോലെ ടെലിവിഷൻ സെറ്റ്, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്നു മുതൽ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കൂപ്പൺ നറുക്കെട്ടെടുത്തിട്ടാണ് ഈ സമ്മാനം കൊടുക്കുന്നത്. നാട്ടുകാരുടെ നല്ല സഹകരണം ഇതിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു മാസം, ഫെബ്രുവരി മാസം പൂർണ്ണമായി സഹകരണ സ്ഥാപനങ്ങൾ ബഹുമുഖ പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന കേരള ബാങ്കിന്റെയും നബാർഡിന്റെയും നിർദ്ദേശം നടപ്പാക്കിയ ബാങ്കാണ് റൂറൽ ബാങ്ക് എന്ന് മുൻ സെക്രട്ടറി M. പുരുഷോത്തമൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞങ്ങൾ 40 സെന്റ് സ്ഥലമാണ് ബാങ്ക് വാങ്ങിച്ചത്. കാരണം ചെറുതായിട്ടൊരു പദ്ധതിയാണ് അങ്ങനെ നമ്മൾ മനസ്സിൽ കണ്ടത്. പിന്നീടാണ് ഈ നബാർഡിൻ്റെ ഈ അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് പറഞ്ഞ് ഒരു വലിയ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച നബാർഡ് മുഖാന്തരം. ആ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ഇത്തരത്തിലുള്ള ബഹുമുഖ സേവന കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനാവശ്യമായ മുഴുവൻ തുകയും 2 കോടി രൂപ 1% തരും. ബാക്കിയുള്ള പൈസ 7 കൊല്ലത്തെ തിരിച്ചടവ് കാലാവധിയിൽ 4% തരും. അപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും, ഈ പദ്ധതി വളരെ കൃത്യമായിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ കേരളത്തിലെ ഏക പ്രാഥമിക കാർഷിക വായ്പാ ബാങ്ക് നമ്മുടെ ബാങ്കാണ്. ആദ്യ കൂപ്പൺ മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലർ TR സെബാസ്റ്റ്യന് നൽകി. വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S. അജയ്കുമാർ, TR സെബാസ്റ്റ്യൻ, ഡയറക്ടർമാരായ മീന പ്രകാശൻ, P. രാധാകൃഷ്ണൻ, ശിവശങ്കരൻ, സുബൈദ, സൗമ്യ, റിയാസ് എന്നിവർ സംസാരിച്ചു. മുണ്ടക്കോട്ടുകുറിശി വള്ളുവനാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 22ാം വാർഷികാഘോഷം വിപുലമായി നടത്തി. സെലസ്റ്റിയ 2025 എന്ന പേരിൽ നടന്ന പരിപാടി P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളിലും ഞങ്ങൾ പങ്കാളികളായിരുന്നു. കുട്ടികളെ ഔന്നത്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി ഞങ്ങൾക്കതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയുണ്ടായി. അക്കാദമിക നിലവാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ പറയും. അപ്പൊ 22ാമത് വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ ഭാഗമായി തന്നെ ഈ വിദ്യാലയം ഈ ഗ്രാമത്തിന്റെ തനിമ നിലനിൽക്കുന്ന ഈ മുണ്ടക്കോട്ടുകുറിശി പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു സരസ്വതി ക്ഷേത്രത്തിന്റെ സാന്നിധ്യം കൊണ്ടും അതുപോലെ തന്നെ ഇടപെടൽ കൊണ്ടും സമ്പന്നമാക്കി തീർക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പ്രശസ്ത മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോൻ മുഖ്യാതിഥിയായി. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പാൾ സൗമ്യ വികാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ P. സുനന്ദ, സ്കൂൾ ചെയർപേഴ്സൺ രാധിക പ്രകാശ്, അഡ്മിനിസ്ട്രേറ്റർ പ്രീത രാജേഷ്, വൈസ് പ്രിൻസിപ്പാൾ സബിത രാജ്, PTA പ്രസിഡന്റ് വൃന്ദ രവികുമാർ, മാനേജ്മെന്റ് അംഗം രാജേഷ് കുമാർ, വിദ്യാർത്ഥി പ്രതിനിധികളായ KS ആദിദേവ്, P. ഷിഫിന, അശ്വിൻ, ഫാത്തിമ മിൻഷ, ഫാത്തിമ ഷിഫാന, അധ്യാപകരായ KR സന്ധ്യ, PR വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിച്ച മിമിക്രിയും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വള്ളുവനാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 22ാമത് അതെന്താ ഒരു ചിരി? അതെന്തിനാ ചിരിക്കുന്നത്? ആ കുട്ടി വിചാരിക്കുന്നത് ഇദ്ദേഹം ഈ സ്പീഡിൽ പറഞ്ഞു പോയ ഈ പരിപാടി ഇതൊന്നും അവസാനിക്കില്ല. അതല്ലേ മനസ്സിൽ ധ്യാനിച്ചത് അല്ലേ? അല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ശൈലികളുണ്ടല്ലോ. നമ്മൾ ആ രീതിയിലല്ലേ സംസാരിക്കേണ്ടത്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലവിളികൾ നിലയ്ക്കാതെ കരുവാരക്കുണ്ട് വട്ടമല. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇവിടെ നടന്നത് 25ഓളം അപകടങ്ങൾ. കഴിഞ്ഞ ദിവസം അങ്കണവാടി കുട്ടികൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വൻ ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രം. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ സേവ് CPIയുടെ ശക്തി പ്രകടനവും പൊതുയോഗവും. എലപ്പുള്ളിയിൽ ബ്രൂവറിക്കെതിരെ സേവ് CPI സമരം നടത്തുമെന്ന് നേതാക്കൾ. അടച്ചുറപ്പുള്ള വീടില്ലെന്ന കുമരംപുത്തൂർ മൈലാമ്പാടത്ത് ആയിഷയുടെ പരാതിക്ക് പരിഹാരമാകുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ആയിഷയ്ക്ക് വീട് നിർമ്മാണത്തിനുള്ള ആദ്യ ഗഡു നൽകുമെന്ന് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. മലബാർ സിറ്റി ന്യൂസ് ഇംപാക്ട്. ആരോഗ്യമുള്ള സമൂഹത്തിനായി പെരിന്തൽമണ്ണയിൽ ഇന്റർനാഷണൽ ഹാഫ് മാരത്തോൺ. സോൾസ് ഓഫ് പെരിന്തൽമണ്ണ സംഘടിപ്പിച്ച മാരത്തോണിൽ പങ്കെടുത്തത് നിരവധി ആളുകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.